ഒരു താന്ത്രിക സമ്പ്രദായം മാത്രമായിട്ടല്ല അതിനെ കണക്കാക്കുന്നത്. അത് വളരെ നിഗൂഢമായിട്ടുള്ള ചില ഭാവങ്ങളോട് കൂടിയിരിക്കുന്ന ഭഗവതിമാർക്കാണ് ആ ബഹുവര സമ്പ്രദായത്തിലുള്ള ബിംബങ്ങൾ ഉണ്ടാവുക. ബഹുവരം എന്ന് പറഞ്ഞാൽ നമസ്തേ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പൂരം അതാണ് അരയങ്കാവ് പൂരം. ഏറ്റവും കൂടുതൽ കലാകാരന്മാർ പങ്കെടുക്കുന്ന, ഏറ്റവും കൂടുതൽ മേളപ്രമാണിമാർ അരങ്ങ് വാഴുന്ന, ഏറ്റവും കൂടുതൽ ഗരുഡന്മാർ പറന്നിറങ്ങുന്ന, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ താളവും മേളവും താലവും അണിനിരക്കുന്ന, അമ്മയുടെ മടിത്തട്ട് പോലെ സുരക്ഷിതമായിട്ടുള്ള ആ പ്രകൃതിയുടെ കളിത്തട്ട് സജീവമാകുകയാണ്. പൂരനഗരി അണിഞ്ഞൊരുങ്ങുകയാണ്. ഹിമാലയ ദേശദിക്കായ വടക്ക് ദിക്കിലേക്ക് ദർശനമരുളുന്ന, ശിവദേശത്ത് വാണരുളുന്ന ഗരുഡന്മാർക്കും ഗരുഡവാഹനനായിട്ടുള്ള വിഷ്ണുവിൻ്റെ ഭക്തന്മാർക്കും ഭയത്തെ അകറ്റി അഭയമേക്കുന്ന അരയങ്കാവ് ക്ഷേത്രത്തിൻ്റെ തന്ത്രിമുഖ്യൻ ഭക്തജനങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ക്ഷേത്ര ഉത്സവകാലത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് ജനങ്ങളോട് സംവദിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഈ നാടിൻ്റെ പുണ്യമായിട്ടുള്ള അരയങ്കാവിൽ അമ്മയുടെ ഉത്സവകാല ക്ഷേത്രാചാര വിശേഷങ്ങളുമായിട്ട് ബ്രഹ്മശ്രീ മനയത്താട്ടുമനയ്ക്കൽ ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ജനങ്ങളോട്. കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലഞ്ച കുലധർമ്മഞ്ച മാഞ്ച പാലയ പാലയ. അരയങ്കാവ് ദേശത്തിലെ ദേശദേവതയായിട്ടുള്ള അരയങ്കാവ് ഭഗവതി 5 കരക്കാരുടെ അമ്മയാണെന്നാണ് പറയുന്നത്. ആ ദേവത ഇന്ന് ഭക്തർക്ക് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹ കലകളോടുകൂടി അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥാന്തരമാണുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുള്ളവർ, ഏറ്റവും കൂടുതൽ ജോലിക്കാരുള്ളവർ, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ, മതസൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്നവർ, ഇതെല്ലാം നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അങ്ങനെയുള്ള നാട്ടിൽ ആ ഭഗവതിയുടെ പേരിൽ ആ നാട് അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല, ഭഗവതിയുടെ പ്രതിഷ്ഠാ വിധാനത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ ഭദ്രകാളി വിധാനത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ബഹുവരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായമാണ് അരയങ്കാവിൽ ഉള്ളത്. ബഹുവര സമ്പ്രദായം എന്ന് പറയുന്നത് കേവലം ഒരു താന്ത്രിക സമ്പ്രദായം മാത്രമായിട്ടല്ല അതിനെ കണക്കാക്കുന്നത്. അത് വളരെ നിഗൂഢമായിട്ടുള്ള ചില ഭാവങ്ങളോട് കൂടിയിരിക്കുന്ന ഭഗവതിമാർക്കാണ് ആ ബഹുവര സമ്പ്രദായത്തിലുള്ള ബിംബങ്ങൾ ഉണ്ടാവുക. ബഹുവരം എന്ന് പറഞ്ഞാൽ ബഹു 2 അതിൽ കൂടുതലോ, വരം എന്ന് പറഞ്ഞാൽ ബിംബം. അപ്പോൾ 2 അതിൽ കൂടുതലോ ഉള്ള ബിംബങ്ങളുള്ള ദേവതമാരെയാണ് ബഹുവര വിധാനത്തിലുള്ള ദേവതമാരെ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഭഗവതിയുടെ മുമ്പിൽ അർച്ചനാബിംബമുണ്ട്, അതിൻ്റെ പുറകിൽ ദാരുബിംബമുണ്ട്. അതുകൂടാതെ ഭഗവതിക്ക് ദാരുബിംബത്തിൻ്റെ കൗതുക ബിംബങ്ങളുണ്ട്, മറ്റനവധി തരത്തിലുള്ള വാള്, ഇതെല്ലാം ഭഗവതിയുടെ ബിംബങ്ങളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ബഹുവരമായിട്ടുള്ള ഒരു വിധാനത്തിലുള്ള ദാരുബിംബത്തിൽ ആരാധിക്കുന്നതായിട്ടുള്ള ഒരു ദേവതയാണ് അരയങ്കാവ് ഭഗവതി എന്ന് പറയുന്നത്. അതിൻ്റെ താന്ത്രിക വിധാനങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മറ്റ് ദേവതമാരുമായിട്ട് എല്ലാം ഇതിൽ പറയുമ്പോൾ. അതുമാത്രമല്ല, ആ ബഹുവര വിധാനത്തിലെ വടക്കോട്ട് നടയായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അരയങ്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ വടക്കോട്ട് നടയായിട്ടുള്ള ഭഗവതിക്ക് കുറച്ചും കൂടെ ശക്തി കൂടും എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ആ പൂരപ്പറമ്പിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മഞ്ഞപ്പൊടിയുടെ ആ ഒരു വാസന നമ്മളുടെ നാസികകളിൽ കൂടി വരാറുണ്ട്. നമ്മളുടെ ശ്വാസത്തിൽ ആ മഞ്ഞപ്പൊടിയുടെ ആ ഒരു വാസന ഉണ്ടാവാറുണ്ട്. അതുതന്നെയാണ് ആ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യവും ആയിട്ട് പറയുന്നത്. അതെന്നുവെച്ചാൽ ആ അരയങ്കാവ് ദേശത്തോടു കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഭഗവതിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം എന്ന് പറയുന്നത് മകം ആണ്. മീനമാസത്തിലെ മകമാണ് ഭഗവതിക്ക് പിറന്നാളായിട്ട് ആചരിക്കുന്നത്.
ആ മീനമാസത്തിലെ മകത്തിന് നാനാരൂപത്തിലുള്ള ക്ഷേത്രകലകളും ആചാര രീതിയിലുള്ള ഓരോ പാന അങ്ങനെയുള്ള ഓരോന്നും എഴുന്നള്ളിപ്പുകൾ, പൂരത്തിന് പിറ്റേ ദിവസമായിട്ടുള്ള പൂരത്തിന് അതിപ്രാധാന്യമായിട്ടുള്ള ഗരുഡൻ തൂക്കം, ദാരികൻ തൂക്കം, ഒറ്റത്തൂക്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തൂക്കങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ രുചിത്വ വിധാനത്തിൽ 3 ശൂലങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ശൂലം മാടായിക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ, രണ്ടാമത്തെ ശൂലം കൊടിക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിൽ, മൂന്നാമത്തെ ശൂലം കൊടുങ്ങല്ലൂരുമാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൊടിക്കുന്നിൽ ഭഗവതിയുടെ അതേ സ്വരൂപത്തിലാണ് അരയങ്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കൊടിക്കുന്നിൽ ഭഗവതിയുടെ കൂടെ എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന 3 ദിക്കിലും ഒരു ശിവൻ എപ്പോഴും കൂടെ ഉണ്ടെന്നാണ്. നമ്മൾ അരയങ്കാവിലും അതേപോലെ തന്നെയാണ്. എന്നാലും കൊടിക്കുന്നിൽ ഭഗവതിയുമായിട്ടാണ് അരയങ്കാവ് ഭഗവതിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഈ 3 ശൂലങ്ങളും നമ്മളുടെ ത്രിദോഷങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. നമ്മളുടെ ഈ ത്രിദോഷങ്ങൾ മാറാൻ നമ്മൾ ആരാധിക്കേണ്ടതായിട്ടുള്ള ഈശ്വരിയാണ് ഭദ്രകാളി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവതിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പറയുമ്പോൾ പൂർവകാലത്ത് എല്ലാ സമുദായക്കാർക്കും ആചരണങ്ങൾ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് അരയങ്കാവ് ക്ഷേത്രം എന്നാണ് പറയുന്നത്. സനാതനധർമ്മത്തിലും ഹിന്ദു ധർമ്മത്തിലുള്ള ഓരോ ജാതി വ്യവസ്ഥയിൽപ്പെട്ട ഓരോ ജാതിക്കാർക്കും അവനവനൻ്റേതായിട്ടുള്ള പ്രവൃത്തി മേഖലയിൽ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാധാന്യം അരയങ്കാവിലേക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പഴയകാലത്ത് നമ്പൂതിരിമാരുടേതായിട്ടുള്ള 1-2 ആചരണങ്ങൾ അവിടെ പണ്ട് കാലത്ത് നിലവിലുണ്ടായിരുന്നു. ഇന്ന് നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് പാനയംകളി എന്ന് പറയും. പണ്ട് ഭഗവതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാനയംകളിയുടെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചിട്ടാണ്, അത് പാടിയാണ് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുക എന്നാണ് പണ്ട് കാലത്ത് പറയുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാനയംകളി യോഗത്തിൻ്റെ പരദേവതയാണ് അരയങ്കാവ് ഭഗവതി എന്നാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങൾക്കും പലരുടേതായിട്ടുള്ള പരദേവതാ സ്ഥാനം ഇപ്പോൾ ഏതൊരു വിഭാഗത്തിൻ്റേതാണെങ്കിലും ആ വിഭാഗത്തിൻ്റെ ഒരു പരദേവതാ സ്ഥാനം നമ്മൾ ഈ പ്രദേശത്ത് അരയങ്കാവ് ഭഗവതിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാനാഭാഗങ്ങളിൽ നിന്നും തൻ്റെ ധർമ്മദേവതയെ തൊഴാൻ വർഷത്തിലൊരിക്കലെങ്കിലും ഈ ഭക്തരെല്ലാവരും ഈ മകം പൂരം നാളിൽ അരയങ്കാവിലേക്ക് എത്തണത്. അങ്ങനെയുള്ള ആ അരയങ്കാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാദി ചടങ്ങുകൾ അങ്ങനെയുള്ള ഈ അരയങ്കാവ് ഭഗവതിയുടെ ഉത്സവാദി ചടങ്ങുകൾ ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതിയോടുകൂടി ആരംഭിക്കുകയാണ്. അനവധി കലാപരിപാടികൾ, താലപ്പൊലികൾ, അത് ഓരോ ദേശത്തിൻ്റെ താലപ്പൊലികൾ, ഓരോ കുടുംബത്തിൻ്റേതായിട്ടുള്ള താലപ്പൊലികൾ, അങ്ങനെയുള്ള താലപ്പൊലികളും ഭഗവതിയുടെ സേനാ അംഗങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ, പടയാളികൾ എന്ന് പറയുന്ന രീതിയിലുള്ള ആ പാന മഹോത്സവവും അരിയേറ്, പാന, ഇതെല്ലാം കഴിഞ്ഞ് മകന്നാളിൽ സർവാഭരണ വിഭൂഷിതനായിരിക്കുന്ന ആ ഭഗവതിയെ കണ്ടു തൊഴുത് പിറ്റേ ദിവസം പൂരത്തിന് ഭഗവതി എളങ്കാവിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ദാരികൻ തൂക്കങ്ങളും ഒറ്റത്തൂക്കങ്ങളും ഗരുഡൻ തൂക്കങ്ങളുമായിട്ട് ഭഗവതിയെ വരവേൽക്കുകയാണ് നമ്മൾ ചെയ്യുക.
ചൂണ്ടകുത്തലും അതിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും പിറ്റേ ദിവസം 7 മണി 8 മണിയോട് കൂടിയിട്ടാണ് ഭഗവതി തിരിച്ചെഴുന്നത്. അപ്പോൾ ആ അത്രയും നേരം തൻ്റെ പ്രജകളുടെ, തൻ്റെ ഭക്തരുടെ എല്ലാ കാര്യങ്ങളും വീക്ഷിച്ച് അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ പങ്കുചേർന്ന് ഭഗവതി ആ ഇളങ്കാവിലിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭക്തർക്ക് പൂർണ്ണമായിട്ടും അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്ന ആ ഭഗവതി തൊഴുവാനും തൻ്റെ സങ്കടങ്ങൾ അറിയിക്കുവാനും ഒക്കെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക്, അരയങ്കാവ് ക്ഷേത്രത്തിലേക്ക് വരിക. അതുകൂടാതെ ക്ഷേത്രത്തിലെ ധ്വജാതി ഉത്സവം എന്ന് പറയുന്നത് മേടപ്പത്താണ്, ആറാട്ടോടുകൂടി. മേടപ്പത്ത് എന്നാണോ അന്നാണ് ആറാട്ട് വരിക. അങ്ങനെയുള്ള ധ്വജാതി ഉത്സവവും പടഹാതി ഉത്സവവും നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ അരയങ്കാവ്. അപ്പോൾ തദ്വത്സരത്തിൽ എല്ലാ ഭക്തരും ക്ഷേത്രത്തിലേക്ക് വരിക. ക്ഷേത്രത്തിലെ ഓരോരോ ഭാഗങ്ങളിൽ ഇതേപോലുള്ള കർമ്മങ്ങളിലെല്ലാം പങ്കുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹത്തിൻ്റെ പാത്രീഭാരതാവാൻ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. പൂരവിശേഷങ്ങളുമായിട്ട്, കൊടിപൂരവിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രോഗ്രാം സ്പോൺസേഡ് ബൈ മൂഴിക്കരോട്.